ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള കുട്ടികളെ, വിശുദ്ധരും കുട്ടികളും എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യയെക്കുറിച്ചാണല്ലോ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥന അടങ്ങിയിരിക്കുന്നത് കൂടുതൽ ചിന്തിക്കുന്നതിലല്ല, കൂടുതൽ സ്നേഹിക്കുന്നതിലാണ്. നമ്മളത് മനസ്സിലാക്കി കാണില്ല. നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതിലാണ് വലിയ പ്രാർത്ഥനക്കാരെന്ന് വിചാരിക്കും. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന അടങ്ങിയിരിക്കുന്നത് കൂടുതൽ ചിന്തിക്കുന്നതിലല്ല, കൂടുതൽ സ്നേഹിക്കുന്നതിലാണ്. ഇനി വിശുദ്ധയുടെ ഗ്രന്ഥങ്ങളിൽ പ്രാർത്ഥനയുടെ വിവിധ പദവികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ കൂടിയിട്ടാണ് അത് പറഞ്ഞിരിക്കണേ. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പദവിയെക്കുറിച്ച്, ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഉദാഹരണം അത് ബക്കറ്റും കയറാണ്. അപ്പോൾ പ്രാർത്ഥനയിലെ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നമ്മൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഈ ബക്കറ്റും കയറും ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം കോരുമ്പോൾ വെള്ളം ചിലപ്പോൾ മുഴുവനായിട്ട് കിട്ടിയെന്ന് വരില്ല. അത് സൈഡിലൊക്കെ തട്ടി കൊണ്ടുവരുമ്പോൾ മലിനമാകാനുള്ള സാധ്യതകളുണ്ട്. ആ സമയത്തെ പ്രാർത്ഥനയെക്കുറിച്ച് അമ്മ ത്രേസ്യ പുണ്യവതി പറയണേ, കർമ്മിഷ്ഠ പ്രാർത്ഥന. ഈ വ്യക്തി കഠിന പരിശ്രമം ചെയ്യാണ്. അത് നമുക്ക് ബോറടിക്കുന്നുണ്ടെങ്കിലും പറ്റില്ല, പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ വിട്ടുപോവില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ കയറും ബക്കറ്റുമാണ് അവിടെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഈ അറ്റത്തെത്തുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും. കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴും ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ കാണുള്ളൂ. എന്നാൽ രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ സ്റ്റേജിൽ ഈ ബക്കറ്റും കയറുമല്ല, അതിന് പകരം ബക്കറ്റും കാറ്റാടിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത്രമാത്രം പ്രയാസമില്ല, കുറച്ച് പ്രയാസമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ശാന്തമായിട്ടുള്ളൊരു പ്രാർത്ഥനാ രീതിയാണ് രണ്ടാമത്തേൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബക്കറ്റും കാറ്റാടിയും ആയതുകൊണ്ട് കയറുമ്പോൾ പിടിച്ച് വലിക്കേണ്ട കഠിനാധ്വാനത്തിൻ്റെ ശൈലികളൊക്കെ കുറച്ച് മാറി ദൈവം കുറേ ആത്മാവിനെ അങ്ങോട്ട് സഹായിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന കുറച്ചൊക്കെ രസകരമായിട്ട് മാറണു, കുറച്ച് കൂടുതൽ നേരെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ സാധിക്കണു, ഈശോയുടെ അരികിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഒരു ത്രില്ല് തോന്നണു. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് മാറി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ കുറേ കൂടി ഒരു താല്പര്യവും സന്തോഷവും ആനന്ദവും, ഈശോയുടെ അരികിൽ എനിക്ക് ഇരിക്കണം, ഈശോയോട് എനിക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതൊക്കെ കുറേ കൂടി താല്പര്യമായിട്ടൊക്കെ മാറുകയാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം, അത് ബക്കറ്റും കയറുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ മെത്തേഡിൽ അത് ബക്കറ്റും കാറ്റാടിയുമാണ്. കുറേ കൂടി പ്രാർത്ഥന എളുപ്പമായിട്ട് മാറുന്ന ഒന്നാണ്. ഇനി അമ്മ ത്രേസ്യ പുണ്യവതി പറയുന്ന മൂന്നാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ സംഭവിക്കണത് നദിയിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്ന് അല്ലെങ്കിൽ അരുവിയിൽ നിന്ന് വരുന്ന വെള്ളം, ആ വരുന്ന വെള്ളത്തെ തിരിച്ചു വിടുന്നൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അങ്ങോട്ട് അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഒക്കെ ഒരു വരം എന്നുള്ള രീതിയിലേക്കൊക്കെ അത് വരികയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, താല്പര്യത്തോടെ പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം പുഴയിൽ നിന്നുള്ള വെള്ളം വരുന്നത് പോലെ ഇങ്ങനെ അങ്ങോട്ട് കൃപ വരികയാണ്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചു വിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമത്തിന് ഭയങ്കര സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് മാറി പ്രാർത്ഥന കുറേ കൂടി രസകരമായി ആനന്ദത്തിൻ്റെ വിഷയമായിട്ട് നമുക്കൊത്തിരിയേറെ ഊർജ്ജം നൽകുന്ന ഒന്നായിട്ട് ഭയങ്കര സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിലേക്ക് മൂന്നാമത്തെ ഘട്ടത്തിൽ അത് മാറാനായിട്ട് ആരംഭിക്കും. അപ്പോൾ ഓരോ ഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ബക്കറ്റും കയറും ഉപയോഗിച്ചു കൊണ്ടുള്ള ഒന്നാമത്തെ ഘട്ടവും ബക്കറ്റും കാറ്റാടിയും ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട രണ്ടാമത്തെ ഘട്ടവും ഒരു പുഴയിൽ നിന്ന്, നദിയിൽ നിന്ന് അല്ലെങ്കിൽ അരുവിയിൽ നിന്ന് വരുന്ന വെള്ളം തിരിച്ചു വിടുന്നത് പോലെ അത്രയും എളുപ്പമുള്ള രീതിയിലേക്ക് വരുന്ന മൂന്നാമത്തെ ഘട്ടം, അത് കുറേ കൂടി ഉയർന്ന ഒന്നാണത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ കർമ്മിഷ്ഠ പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് കുറേ കൂടി ശാന്തമായിട്ടുള്ള പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ അതിനുപയോഗിക്കുന്ന വാക്ക് നിദ്ര പ്രാർത്ഥന എന്നുള്ള രീതിയിലാണ്. നിദ്രാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങുക എന്നുള്ളതിലല്ല,
നമ്മുടെ ആത്മാവിൻ്റെ ശക്തികളുണ്ട്, മനസ്സിൻ്റെ ശക്തികളുണ്ട്, അതൊക്കെ ഒന്ന് സ്ലീപ്പിംഗ് സ്ഥിതിയിലായിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കിടന്ന് ഉഷാറാകുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവീകമായിട്ടുള്ള ശക്തിയും പ്രകാശവും കാര്യങ്ങളും കൂടുതൽ സ്വീകരിക്കുന്ന ഒന്നാണ്. 4-ാമത്തെ ഘട്ടത്തിൽ ഐക്യപ്രാർത്ഥനയിലേക്ക് കയറി വരികയാണ്. എന്ന് വെച്ചാൽ ദൈവവും ഞാനും തമ്മിൽ കുറേ കൂടി ഐക്യത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ മറ്റ് സ്ട്രെയിനുകളൊന്നും തന്നെയില്ല. അവിടെ ഞാനാകുന്ന ഉദ്യാനത്തിൽ ദൈവമാകുന്ന മഴ അങ്ങോട്ട് ആവശ്യമുള്ളപ്പോൾ പെയ്യണം. ഞാനും ദൈവവുമായിട്ടുള്ളൊരു ഐക്യത്തിലേക്ക് കടന്നു വരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം, എൻ്റെയും ദൈവത്തിൻ്റെയും ഇഷ്ടങ്ങളൊക്കെ ഒന്നു ചേർന്നു. ദൈവവുമായിട്ടുള്ളൊരു ഐക്യത്തിലേക്ക് വന്നു. പ്രാർത്ഥന പിന്നെ വലിയ സ്ട്രെയിനൊന്നുമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് നടത്തണം, അതിനായിട്ട് ദൈവം എന്നെ സഹായിക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു ബോധ്യത്തോടു കൂടിയിട്ട് ഒത്തൊരുമിച്ച് ദൈവ ഐക്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒന്നാണ്. അപ്പോൾ ഈ 4 ഘട്ടങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. 1-ാമത്തെ ഘട്ടത്തിൽ ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബക്കറ്റും കയറാണ്. നമ്മൾ കഠിന പരിശ്രമം ചെയ്ത് വേണം പ്രാർത്ഥനയിൽ വളരാൻ. എന്നാൽ 2-ാമത്തെ ഘട്ടത്തിൽ അത് കുറച്ചുകൂടി അത് എളുപ്പമായിട്ട് മാറും. ബക്കറ്റും കാറ്റാടിയുമായിട്ട് മാറുന്നൊരു ശൈലി അത് കുറച്ചും കൂടി എളുപ്പമാണ്. എന്നാൽ 3-ാമത്തേതിൽ കുറേ കൂടി എളുപ്പമായി. കാരണം ഒരു നദിയിൽ നിന്ന് അരുവിയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം തിരിച്ചു വിടേണ്ട ഒരു കാര്യം മാത്രമേ അതിനകത്തുള്ളൂ. 4-ാമത്തെ ഘട്ടത്തിൽ മനോഹരമായൊരു ഉദ്യാനത്തിൽ ആവശ്യമുള്ളപ്പോൾ ഒക്കെ മഴ പെയ്യുന്നത് പോലെ ദൈവകൃപ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഈ 4 ഘട്ടങ്ങളുണ്ട്. നിങ്ങൾ കൃത്യം കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും പ്രാർത്ഥനയ്ക്ക് വിവിധ ഘട്ടങ്ങളുണ്ടെന്നും തുടക്കത്തിൽ ആരംഭക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് സ്ഥിരമായിട്ട് അങ്ങനെ നിലനിൽക്കുന്നതല്ലെന്നും പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത് കൂടുതൽ ചിന്തിക്കുന്നതിലല്ല സ്നേഹിക്കുന്നതിലാണെന്നും ഈശോയോടുള്ള സ്നേഹത്തിൽ വളർന്നു കഴിയുമ്പോൾ സഹനങ്ങളൊക്കെ മറികടന്ന് ഈശോയുമായിട്ട് വലിയ സ്നേഹബന്ധത്തിലാകാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ ദൈവം മഴ പെയ്യിക്കാനായിട്ട് അങ്ങോട്ട് ആരംഭിക്കും. കൃപയോടും അഭിഷേകത്തോടും കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. വലിയ വിശുദ്ധർ നേടിയെടുത്ത കാര്യങ്ങൾക്ക് പുറകിൽ ഇങ്ങനെയുള്ളൊരു വളർച്ച, തുടക്കത്തിൽ അവരുടെ കഠിന പരിശ്രമങ്ങൾ, എന്നാൽ അതിനോടുകൂടി ദൈവകൃപയുടെ കുത്തൊഴുക്ക്, അതായിരുന്നു അവരുടെ ജീവിതം നമ്മളെ അതിശയപ്പെടുത്തുന്നതിൻ്റെ കാരണം. അങ്ങനെ മനോഹരമായ ജീവിതങ്ങളാക്കാൻ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഈശോയുടെ ഒത്തിരിയേറെ പ്രിയപ്പെട്ടവളായിട്ട് ജീവിക്കാൻ അമ്മ ത്രേസ്യ പുണ്യവതിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ ത്രേസ്യ എന്നറിയപ്പെടുന്നത്. ഈ വിശുദ്ധയെപ്പോലെ വിശുദ്ധരാകാൻ നമുക്കും സാധിക്കട്ടെ.